വയനാടിന് വേണ്ടി എല്ലാവരും കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ആ സാംസ്കാരിക കൂട്ടായ്മ എക്കാലവും നിലനിൽക്കുന്നതാണ്. അത്തരത്തിൽ ഓരോരുത്തരും വയനാടിനെ സഹായിക്കുവാൻ, കൈത്താങ്ങാകുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ചോറ്റുപാറയ്ക്ക് സമീപം പൈലിക്കാനം കോമ്പമുക്ക് റോഡിലാണ്. ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെ വയനാട്ടിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം നൽകാൻ തയ്യാറായി ഒരു വ്യക്തി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് ആ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ചേട്ടാ നമസ്കാരം. പേരെങ്ങനെയാ? എൻ്റെ പേര് ഈശ്വരദാസ്. എന്താ ചെയ്യുന്നത്? ഞാൻ പഞ്ചായത്ത് വകുപ്പ് ജോലിയാണ്, റിട്ടയർ ചെയ്തു. ഇപ്പം കൃഷി, പൂർണ്ണസമയം കൃഷി. പൂർണ്ണസമയമല്ല, CPM-ൻ്റെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അത്യാവശ്യം പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു ആളാണ്. ഈ വയനാടിനെ കണ്ടപ്പോൾ വയനാടിനൊപ്പം നിൽക്കാൻ തോന്നി? വയനാടിനൊപ്പം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സർവീസിൽ ഒട്ടേറെ ദുരന്തങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കം ആയാലും ശരി, കൊടുങ്കാറ്റടിയായാലും ശരി, അങ്ങനെ ഒട്ടേറെ കണ്ടിട്ടുണ്ട്. ആളുകളുടെ ദുരിതങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതാണ്ട് ഈ കാരണവന്മാർ പറഞ്ഞു കേട്ട 99-ലെ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായതാണ് വയനാട്ടിൽ. അപ്പോൾ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്ക് കൈത്താങ്ങാൻ കഴിയുമെങ്കിൽ അതേ കഴിയുള്ളൂ. സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്തു. ഇതിപ്പം എത്ര കുടുംബങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും കൊടുക്കാൻ? 2 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം, 10 സെന്റ് ഭൂമി. റോഡ് സൈഡിൽ തന്നെ. അത് എങ്ങനെയാ അവർക്ക് പൂർണ്ണമായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കും? വിൽപ്പനാവകാശമില്ലാതെ സർക്കാരിന് വിട്ടുകൊടുക്കുക, അങ്ങനെയാണ്. സർക്കാർ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ വിൽപ്പനാവകാശം വരും. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇത് വിറ്റിട്ട് പിന്നെ അവർ മറ്റൊരു സ്ഥലത്ത് പോയി വാങ്ങുന്നൊരു നമ്മുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നതാണ്. ഒരാൾക്ക് നൽകുമ്പോൾ അന്യാധീനപ്പെടുന്നില്ല, അവർ വിറ്റിട്ട് പോയാൽ പിന്നെ അന്യാധീനപ്പെടും. എന്തായിരുന്നാലും അവര് 2 കുടുംബങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവർക്ക് വീട് വെച്ച് അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. റോഡ് സൈഡാണ്, വൈദ്യുതിയുണ്ട്, വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങളുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും, ഒന്നും ഭയക്കാതെ, മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒന്നും ഭയക്കാതെ സുരക്ഷിതമായി താമസിക്കാൻ പറ്റും. ഭൂകമ്പത്തെ മാത്രം ഭയക്കണം. അതൊരു വലിയ ദുരന്തമാണ്. ലാത്തൂർ ഭൂകമ്പമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റില്ല. എന്തായിരുന്നാലും മറ്റ് യാതൊരു വിധമായിട്ടുള്ള വിഷയങ്ങളില്ല. അദ്ദേഹം പൂർണ്ണമായി വയനാടിനൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അല്ലേ? CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ വയനാടിനൊപ്പം നിൽക്കാൻ CPM ജില്ലയിലാകെ വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തുകയാണ്. വലിയ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് തനിക്കുള്ള ഭൂമി, തൻ്റെ കൈവശമുള്ള സ്വന്തം ഭൂമി ഈ 2 കുടുംബങ്ങൾക്ക് 10 സെന്റ് 5 സെന്റ് വീതം 2 കുടുംബങ്ങൾക്ക് വിട്ടു നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ വയനാടിനോട് ഒപ്പം നിൽക്കാൻ, വയനാടിനെ ചേർത്ത് നിർത്താൻ നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരന്തത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു പോയവരെ എല്ലാം ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു വലിയ മനസ്സാണ് കേരളത്തിനുള്ളത്. അതാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ആകമാനം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ കാഴ്ച മാത്രമാണ് ഇടുക്കിയിലെ ഈ കുടിയേറ്റ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.